Hi, welcome to Red Hawk News. I'm Amrita. നവംബർ 20, 2025. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബീഹാർ രാഷ്ട്രീയം. നിതീഷ് കുമാർ ഇന്ന് ബീഹാർ മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. 10ാമത്തെ തവണ. ബില്ലുകളിലെ സമയപരിധി. ഗവർണർമാർ ബില്ലുകൾ ഒപ്പിടുന്നതിനുള്ള സമയപരിധി സംബന്ധിച്ച രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീം കോടതിയുടെ വിധി ഇന്നുണ്ടാകും. അന്തരീക്ഷ മലിനീകരണം. ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായി തുടരുന്നു. എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI 400-ലെത്തി. കുട്ടികളുടെ കായിക പ്രവർത്തനങ്ങൾ മാറ്റിവയ്ക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പ്രതിരോധം. ഇന്ത്യയ്ക്ക് ടാങ്ക് വേധ മിസൈലുകൾ നൽകാൻ US അനുമതി നൽകി. പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച ബ്രഹ്മോസ് മിസൈലുകൾക്ക് വൺ ഡിമാൻഡ്. അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദീഖിയുടെ വീട് പൊളിച്ചുമാറ്റും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അൻമോൾ ബിഷ്ണോയി അറസ്റ്റ്. ബാബ സിദ്ദിഖ് വധക്കേസിലെ പിടികിട്ടാപ്പുള്ളിയായ അൻമോൾ ബിഷ്ണോയിയെ ഇന്ത്യയിലെത്തിച്ച് NIA കസ്റ്റഡിയിൽ വിട്ടു. കേരള വാർത്തകൾ. ശബരിമല. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി പ്രതിദിന സ്പോട്ട് ബുക്കിംഗ് പരിധി ഹൈക്കോടതി 5000-ആയി കുറച്ചു. നിയന്ത്രണം തിങ്കളാഴ്ച വരെ തുടരും. NDRFന്റെ ആദ്യ സംഘം ഇന്ന് ചുമതലയേൽക്കും. SIR നടപടികൾ. SIR ജോലിക്കെത്തുന്ന BLOമാരെ തടസ്സപ്പെടുത്തിയാൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ അറിയിച്ചു. സാമ്പത്തിക വാർത്തകൾ. സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ കുറവ് രേഖപ്പെടുത്തി. Thanks for watching Red Hawk News. See you tomorrow.